5 തുല്യ സമചതുരങ്ങൾ വശത്തോട് വശം ചേർത്ത് വെച്ച് ഒരു ചതുരം ഉണ്ടാക്കുന്നു. ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് 276 സെൻറ്റിമീറ്റർ. ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം എത്ര? നമുക്ക് 5 തുല്യ സമചതുരങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സമചതുരം ഇതാണെന്ന് വിചാരിക്കുക. സമചതുരത്തിൻ്റെ വശങ്ങളെല്ലാം തുല്യം, എല്ലാ വശങ്ങളും എ ആണെന്ന് പരിഗണിക്കുക. ഇങ്ങനെ 5 തുല്യ സമചതുരങ്ങൾ, 1 2 3 4 5, ഈ 5 തുല്യ സമചതുരങ്ങൾ വശത്തോട് വശം ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആകൃതി എന്താവും? ഇത് ചതുരാകൃതിയായി. അപ്പം 5 തുല്യ സമചതുരങ്ങൾ ചേർത്ത് വെച്ചു, വശത്തോട് വശം ചേർത്ത് വെച്ചു. അപ്പോൾ ഇത് ചതുരാകൃതിയായി. നമുക്ക് എന്തുണ്ട്? ഈ ചതുരത്തിന് ചുറ്റളവ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചുറ്റിലുള്ള എല്ലാ വശങ്ങളും കൂടി കൂട്ടിയാൽ മതി. ഇവിടെ താഴെ ഒരു 5A വരും, മുകളിലും 5A വരും. 5 5 10A. വശത്ത് ഇവിടെ 1 വരും, ഈ വശത്ത് 1. അപ്പോൾ ആകെ 12A ആണ് ഈ ആകൃതിയുടെ ചുറ്റളവ്, പെരിമീറ്റർ. അപ്പോൾ 12A സമം നമുക്ക് എത്ര എന്നാണ്? 276. എ കാണാൻ 276നെ 12 കൊണ്ട് ഹരിക്കുക. 27 12 2 12 24. ശിഷ്ടം 3 36, 3 12 36. നമുക്ക് ചെറിയ സമചതുരത്തിൻ്റെ ഒരു വശം കിട്ടി 23 സെൻറ്റിമീറ്റർ. കാണേണ്ടത് ആ സമചതുരത്തിൻ്റെ വിസ്തീർണ്ണമാണ് കാണേണ്ടത്. സമചതുരത്തിൻ്റെ വിസ്തീർണ്ണം കാണാൻ A², അതായത് വശത്തിൻ്റെ സ്ക്വയർ കാണാം, വശത്തിൻ്റെ വർഗ്ഗം. വശം നമുക്ക് 23 കിട്ടി. 23 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 23 × 23 ഗുണിക്കുമ്പോൾ ഉത്തരം 529 സെൻറ്റിമീറ്റർ സ്ക്വയർ.